എത്രയും ബഹുമാനപ്പെട്ട വന്യപിതാവേ, അങ്ങയുടെ സ്ലീഹായ്ക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, സഭയുടെ പുതിയ ചട്ടങ്ങളിൽ കൽപ്പിച്ചിരിക്കുന്ന നിയമങ്ങളും കൽപ്പനകളും കേട്ട് പാവപ്പെട്ട എന്റെ ഹൃദയം അത്യധികം സന്തോഷിച്ച് ഏറെ നാൾ ആഗ്രഹിച്ചിരുന്നത് നിറവേറ്റിയതിനെക്കുറിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. സ്നേഹപിതാവ് തന്നെ സഭയിലെ വീഴ്ചകൾ തീർക്കണമെന്ന് നിത്യവും ഞാൻ പരിശുദ്ധ അമലോത്ഭവനാഥയോട് അപേക്ഷിച്ചിരുന്നു. പരിശുദ്ധ അമ്മ വഴിയായി എല്ലാം നിറവേറ്റി കാണുന്നതിനെക്കുറിച്ച് എന്റെ ഹൃദയം അത്യധികം സന്തോഷിക്കുന്നു. അധികമായി എന്ന് വിചാരിക്കേണ്ട, ഒന്നും അധികമായിട്ടില്ല. മുറിയിൽ വെച്ച് മിണ്ടരുതെന്നുള്ള കൽപ്പന എല്ലായ്പ്പോഴും എന്റെ ഹൃദയത്തിലുണ്ട്. എങ്കിലും ഒരു ദിവസം കറുകുറ്റിക്കാർ വന്നപ്പോൾ പെട്ടെന്നോർക്കാതെ അത് ഞാൻ എടുത്തില്ല എന്ന് മുറിയിൽ വെച്ചു പറഞ്ഞുപോയി. എനിക്ക് വളരെ വ്യസനം തോന്നിയെങ്കിലും ഞാൻ ഓർക്കാതെയല്ലേ എന്ന് വെച്ച് പറഞ്ഞില്ല. എങ്കിലും സ്നേഹപിതാവിനെ അറിയിക്കാതെ പോകുന്നതിന് ധൈര്യം തോന്നുന്നില്ല. ഞാൻ അമ്പഴക്കാട്ടേക്ക് പോകുന്നത് വിശ്രമിക്കാൻ മാത്രമാണെങ്കിൽ എനിക്ക് വളരെ മടി തോന്നുന്നുണ്ട്. മെയ് മാസമായല്ലോ. പിതാവേ, എന്തുമാത്രം ദിവസം വെറുതെ കളയണം. കുറേ ദുഃഖം തോന്നുന്നുണ്ട്. എന്റെ ആഗ്രഹം അറിയിക്കുന്നതാണ്. സ്നേഹപിതാവിന്റെ കൽപ്പന പോലെയെല്ലാം ചെയ്യുന്നതിന് ഞാൻ തയ്യാറായിരിക്കുന്നു. അമ്പഴക്കാട്ടുള്ള ബഹുമാന സഹോദരിമാർക്ക് ഇവിടേക്ക് വരുവാനും വളരെ ആഗ്രഹമുണ്ട്. ഞാനോ ഒന്നിനും കൊള്ളരുതാത്ത ഒരാളാകുന്നു. പിതാവ് കൽപ്പിച്ചാൽ അമ്പഴക്കാട്ടേക്ക് പോയി താമസിക്കുവാനും എനിക്കിഷ്ടക്കേടില്ല. അല്പം ദുഃഖമുണ്ട്. ആയതൊന്ന് കുർബാന, വേറൊന്ന് പിതാവിന് തന്നെ അറിയാം. എല്ലാം കീഴ്വഴക്കത്തെക്കുറിച്ച് ഉപേക്ഷിക്കാൻ ഒരുക്കമായിരിക്കുന്നു. ഞാൻ കാരണമായിട്ട് മറ്റുള്ളവർ സങ്കടപ്പെടുവാൻ ഇടവരുത്തല്ലേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പിതാവേ, എനിക്കൊരാശ്വാസവും സന്തോഷവും വേണ്ട. സഭയിൽ സമാധാനമായി കഴിഞ്ഞാൽ മാത്രം മതി. വളരെ നാളായല്ലോ ഞാനിവിടെ വന്നിട്ട്. കുരിശിന്റെ ചുവട്ടിലെല്ലാം ഞാൻ നല്ല മനസ്സോടെ കാഴ്ചവെച്ചുകൊള്ളാം. സ്നേഹപിതാവ് കൽപ്പിക്കുന്നതുപോലെ ചെയ്യാൻ ഒരുക്കമായിരിക്കുന്നു. ഈ എഴുത്ത് കീറിക്കളയണമേ. സ്ലീഹായ്ക്കടുത്ത ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. മകൾ ഏവുപ്രാസ്യ. കത്തുകൊണ്ടുപോകുന്നയാൾക്ക് ധൃതിയായതിനാൽ നിർത്തുന്നു. മറുപടി തരണമേ. മറക്കല്ലേ പിതാവേ, അപേക്ഷിക്കണമേ.